എടയാറ് വടക്കുംപാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ സമർപ്പിച്ചു. പീപ്പിൾസ് ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടനയാണ് റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. നിരവധി പേരാണ് റോബോട്ടിക് ആനയെ കാണാൻ എത്തുന്നത്. റോബോട്ടിക് ആനയെ എടയാറ് വടക്കുംപാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നടയിലിരുത്തി. വടക്കുംപാട് ശങ്കരനാരായണൻ എന്ന് പേരിട്ട റോബോട്ടിക് ആനയെയാണ് പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് ഇന്ത്യ എന്ന സംഘടന ക്ഷേത്രത്തിൽ സമർപ്പിച്ചത്. ബാലനടനും ദേശീയ അവാർഡ് ജേതാവുമായ ശ്രീപതിയാൻ വടക്കുംപാട് ശങ്കരനാരായണൻ എന്ന റോബോട്ടിക് ആനയെ അനാവരണം ചെയ്തു. 600 കിലോഗ്രാം തൂക്കവും 10 അടി ഉയരവുമുള്ള റോബോട്ടിക് ആനയെ ചാലക്കുടിയിലെ സ്ഥാപനമാണ് നിർമ്മിച്ചത്. 6 ലക്ഷം രൂപയാണ് ചെലവായത്. ആനയുടെ ശരീരചലനങ്ങളെല്ലാം റോബോട്ടിക് ആനയിലും ഉണ്ട്. രാവിലെ ക്ഷേത്രം തന്ത്രി നന്ദ്യാർവള്ളി ഇല്ലത്ത് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷമാണ് സമർപ്പണം നടന്നത്. പീറ്റ ഇന്ത്യ എന്ന സംഘടന ഈ വന്യമൃഗത്തിന് എതിരായി അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാനായി, അതായത് മനുഷ്യന്മാർ അവരെ പീഡിപ്പിക്കുന്നതിനും അവരെ ക്രൂരമായി മർദ്ദിക്കുന്നതിനും എതിരായി നടത്തപ്പെടുന്ന അതിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പീറ്റ ഇന്ത്യ. അതിന് പകരം കാട്ടാനകളെ മെരുക്കി നാട്ടാനകളാക്കുന്നതിനും എതിരായി അവർക്ക് ഒരു യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടിക് ആനയെ അവർ കുറച്ച് വർഷങ്ങളായി അതിനുള്ള പ്രവർത്തനം അവർ നടത്തുകയും അത് പ്രമാണിച്ച് കേരളത്തിൽ 6ാമത്തെ ആനയും മലബാറിലെ ആദ്യത്തെ ആനയും എടയാറ് ശിവവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. തുടർന്ന് നെറ്റിപ്പട്ടം കെട്ടിയ ആനയുടെ മുകളിൽ 2 പേർ കയറി പഞ്ചവാദ്യങ്ങളുടെയും താലപ്പൊലികളുടെയും അകമ്പടിയോടെ ക്ഷേത്ര പ്രദർശനം നടത്തി. ബാറ്ററി ഉപയോഗിച്ചാണ് പ്രവർത്തനം. ട്രോളിയിൽ ഘടിപ്പിച്ച ആനയെ തള്ളിയാണ് ക്ഷേത്ര പ്രദർശനം നടത്തിയത്. ഈ വരുന്ന വന്യജീവികളുടെയും മറ്റ് മൃഗങ്ങളുടെയും എല്ലാം ഒരു സുരക്ഷിതത്വ സംഘടനയാണ് പീറ്റ ഇന്ത്യ. അവരുടെ ശ്രമഫലമായാണ് ഈ ഒരു ആനയെ ഇവിടെ നടയിരുത്തിയിരിക്കുന്നത്. ഇത് വടക്കേ മലബാറിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആനയെ നടയിരുത്തിയിരിക്കുന്നത്. മറ്റ് കർണാടകത്തിലും തിരുവനന്തപുരത്തും കോയമ്പത്തൂരിനടുത്ത ഒരു സ്ഥലത്തും ഇത്തരത്തിൽ ഈ പീറ്റ ഇന്ത്യ ഇത്തരത്തിലുള്ളൊരു ആനയെ കൊടുത്തിട്ടുണ്ട്. വടക്കേ മലബാറിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങിയത്. ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ പീറ്റ ഇന്ത്യയുടെ എമർജൻസി റെസ്പോൺസ് കോർഡിനേറ്റർ ശ്രീകുട്ടി, കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം റിജി, വാർഡ് അംഗം ഷീബ, ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ നമ്പൂതിരി, സെക്രട്ടറി KE മനോജ്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശശി എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് കണ്ണൂർ. ഓണത്തിന് 1000 ഓഫറുകളുമായി നിക്ഷാൻ. അതെ, ഗൃഹോപകരണങ്ങൾക്കും ഗാഡ്ജറ്റുകൾക്കും 75% വരെ ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഒരേ ഒരു ഓണം 1000 ഓഫർ. ബമ്പർ സമ്മാനം 2 ഹ്യുണ്ടായി എക്സ്റ്റർ, 2ാം സമ്മാനം 6 ഏതർ സ്കൂട്ടറുകൾ, 3ാം സമ്മാനം 50 സ്മാർട്ട് ഫോണുകൾ, ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും. കൂടാതെ ഈസി EMI, 0% ഇൻട്രസ്റ്റ്, എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും. വരൂ, ആഘോഷിക്കാം ഈ ഓണം നിക്ഷാനൊപ്പം. നിക്ഷാൻ ഇലക്ട്രോണിക്സ്, കണ്ണൂർ, വടകര.